ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്യാൻസർ കണ്ടെത്താനുള്ള പരിശോധനകളെയാണ് സ്ക്രീനിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിങ്ങിലൂടെ ഒരു ക്യാൻസർ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഒരു ക്യാൻസർ ആദ്യഘട്ടത്തിൽ കണ്ടെത്തുമ്പോൾ അത് ചികിത്സിച്ച് പൂർണ്ണമായും മാറാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇന്ന് നമ്മൾക്ക് പലതരം ക്യാൻസറുകൾക്ക് സ്ക്രീനിംഗ് പരിശോധനകൾ ലഭ്യമാണ്. അതിൽ ഓറൽ ക്യാവിറ്റി ക്യാൻസർ, അതായത് വായിൽ വരുന്ന ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതായത് സ്തനാർബുദം, സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖഭാഗത്തിൽ വരുന്ന ക്യാൻസർ, കോളോൺ ക്യാൻസർ, അതായത് വൻകുടലിൽ വരുന്ന ക്യാൻസർ, ലങ് ക്യാൻസർ, അതായത് ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ. ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയാണ്. ഒരു സ്ത്രീക്കാണ് അവരുടെ മാറിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ചെയ്യേണ്ട ഒരു സ്ക്രീനിങ് പരിശോധനയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, അതായത് സ്വയമായി മാറ് പരിശോധിച്ച് നോക്കുക. ഒരു സ്ത്രീയുടെ പീരീഡ്സ് കഴിഞ്ഞ് 5 മുതൽ 7 ദിവസത്തിന് ശേഷം നമുക്കിത് ചെയ്യാവുന്നതാണ്. അതായത് ഇടത്തെ മാറ് പരിശോധിക്കണമെങ്കിൽ അവരുടെ വലത്തെ കൈകൊണ്ടും, വലത്തെ മാറ് പരിശോധിക്കണമെങ്കിൽ അവരുടെ ഇടത്തെ കൈകൊണ്ടുമാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ അവരുടെ ഡ്രസ്സ് അവരുടെ ഇടുപ്പ് വരെ മാറി ഒരു കണ്ണാടിക്ക് മുന്നേ നിന്നിട്ട് മാറിൻ്റെ എല്ലാ ഭാഗത്തും തൊട്ട് എന്തെങ്കിലും മുഴയോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ, അതുകൂടാതെ നിപ്പിളിൽ കൂടെ എന്തെങ്കിലും ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുകൂടാതെ കൈ പൊക്കിയുടെ കക്ഷത്തിലും എന്തെങ്കിലും മുഴയുണ്ടോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും തടിപ്പോ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അതിൻ്റേതായിട്ടുള്ള ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെയിനായിട്ട് കഴല എന്ന് പറയുന്നത്, അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ ഒരു മുറിവോ എന്തുണ്ടായാലും അവിടെ ഒരു കഴലയ്ക്ക് വീക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണോ അത്, എന്തുകൊണ്ടാണ് ആ ഒരു മുഴ വരുന്നതെന്നുള്ളതിന്, മാറിലൊരു അസുഖം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിലും കഴല വരാം, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിലും കഴല വരാം. അങ്ങനെ എന്തെങ്കിലും തടുപ്പോ അങ്ങനെ വ്യത്യാസങ്ങൾ കണ്ട ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അതിൻ്റേതായിട്ടുള്ള ബാക്കി പരിശോധനകൾ ചെയ്ത് അസുഖമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്തേണ്ടതാണ്. ചില മുഴകൾ വേദനയുള്ളതായിരിക്കും, അതെല്ലാം ക്യാൻസർ ആവണമെന്നില്ല. ചിലവർക്ക് പീരീഡ്സ് വരുമ്പോൾ മുഴ വരും, ആ മുഴ വരുമ്പോൾ ചിലപ്പോൾ അത് പെയിനായിട്ട് വരാം, അതൊന്നും ക്യാൻസർ ആവണമെന്നില്ല. എന്ന് വെച്ച് ക്യാൻസർ എല്ലാ ക്യാൻസർ മുഴകളും വേദന ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത സ്ക്രീനിങ് പരിശോധനയാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. മാമോഗ്രാം എന്ന് പറയുന്നത് മാറിൻ്റെ ഒരു എക്സ്റേ എടുക്കുക എന്നുള്ള ഒരു പരിശോധനയാണ്. 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിലാണ് യൂഷ്വലി അത് ചെയ്യുന്നത്. മാമോഗ്രാം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു റിപ്പോർട്ടിംഗ് പോലെ തരും. ആ റിപ്പോർട്ടിംഗ് അനുസരിച്ചിട്ടാണ് ബാക്കി ബയോപ്സി വേണോ FNAC വേണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാമോഗ്രാം ചെയ്തിട്ട് ആ റിപ്പോർട്ട് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ച് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. 45 വയസ്സിന് ശേഷം എല്ലാ സ്ത്രീകളും മാമോഗ്രാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓരോ വർഷം കൂടുമ്പം മാമോഗ്രാം ചെയ്ത് വേറെ ഒന്നും അസുഖമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വായിൽ വരുന്ന വെളുത്ത പാടുകൾ, വായിൽ വരുന്ന ചുമന്ന പാടുകൾ, അല്ലെങ്കിൽ മാറാത്ത മുറിവുകൾ അങ്ങനെ കാണുന്ന വ്യക്തികൾ തീർച്ചയായും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഡോക്ടറെ പോയി ബാക്കി പരിശോധനകൾ ചെയ്ത് അത് എന്താണെന്ന് സ്ഥിരീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വായ്പുണ്ടെന്ന് പറയുന്നത് വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് തട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന മുറിവിനെയാണ് വായ്പുണ്ടെന്ന് പറയുന്നത്. അത് ഏറിപ്പോയ ഒരു 7 ദിവസത്തിനുള്ളിൽ അത് മാറുന്നതാണ്. പക്ഷേ നമുക്കൊരു അസുഖം, ഒരു ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ കൂടുതൽ കുറച്ച് നാൾ നിൽക്കും. അത് പതുക്കെ ആ മുറിവ് വലുതായി വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് ഒട്ടും ഉണങ്ങാൻ പറ്റാത്ത രീതിയിലായി കഴിയുമ്പോഴാണ് നമുക്കത് ക്യാൻസർ ആവാനുള്ള സാധ്യതകളായിട്ട് കൂടുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളോൺ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകൾക്ക് വേണമെങ്കിൽ ചില ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ക്യാൻസർ നിർണ്ണയിക്കാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ PSA എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. റെക്ടം അല്ലെങ്കിൽ കോളോൺ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് CEA എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെങ്കിൽ CA19A എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. നമുക്ക് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്.